നാളെ പരലോകത്തിന്റെ പ്രയാസഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോ ആരും ഞങ്ങളെ സഹായിക്കാനില്ലാത്ത പരലോകത്തിന്റെ പ്രയാസ രീതിയിലൂടെ കടന്നു പോകുമ്പോ നബിയെ അങ്ങയുടെ കുടുംബാദികളെ പരിഗണിക്കുമോ നബിയെ? അങ്ങ് ഞങ്ങളെ തിരിച്ചറിയുമോ നബിയെ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ഹബീബായ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? ആയിഷ, അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയുന്നത് ഒരാളും ഒരാളെയും സഹായിക്കാനില്ലാത്ത ലോകമാണ് ആയിഷ. അവിടെ മുഹമ്മദിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ മുഹമ്മദിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ മുഹമ്മദിന്റെ സ്വഹാബത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയപ്പെടുന്നത് അല്ലാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായമില്ലാത്ത സ്ഥലമാണ്. ദുനിയാവില് ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുമായിട്ടാണ് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരേണ്ടത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ നിസാരതയെ പറ്റി, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ ഭീമാകാരമായ അവസ്ഥകളെ പറ്റി കൃത്യമായി നിങ്ങളൊന്നറിയണേ. ഒരു മനുഷ്യനും സഹായിക്കാനില്ല ആയിഷ, ഒരു മനുഷ്യൻ പോലും ചേർത്തു പിടിക്കാനില്ല പൊന്നുമോളെ. ഈ നാട്ടിൽ ഇന്ന് നമുക്കൊരു പ്രയാസം വന്നാ ചേർത്തു പിടിക്കാൻ ആളുകളുണ്ട്, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് ദൂരീകരിച്ചു തരാൻ ആളുകളുണ്ട്, കേറിക്കിടക്കാൻ ഒരു വീടില്ല എന്ന് പറഞ്ഞ ഒരു വീട് വെച്ച് തരാൻ നമുക്ക് നൂറുകണക്കിന് ആളുകളുണ്ട്. ഈ നാട്ടിൽ ഭക്ഷണം കഴിക്കാതെ ഒരു നേരം പോലും ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കണില്ല. മംഗലാപുരത്തിന് ചാരത്തുള്ള ഈ സ്ഥലത്തിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടിലൊരു പെണ്ണിന് കല്യാണമുണ്ടെന്ന് പറയുമ്പോ വിവാഹം കഴിപ്പിച്ചയക്കാൻ ആ പെണ്ണിന്റെ ആ പുതിയ പെണ്ണിന്റെ വാപ്പക്ക് പൈസയില്ല, കൊടുക്കാൻ പൊന്നില്ല. വലിയ പ്രയാസത്തിലൂടെ ആ കുടുംബം കടന്നു പോകുമ്പോ ആ കുടുംബാദികളെ ചേർത്തു പിടിക്കാൻ നൂറുകണക്കിന് ആളുകൾ വരുമല്ലോ. അവരുടെ പ്രയാസങ്ങളിൽ കൈപിടിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ആ പെണ്ണിനെ മാന്യമായി കൈപിടിച്ചു കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങള് ദുനിയാവിൽ ഒരുക്കാൻ നമ്മുടെ കൂടെ നൂറുകണക്കിന് ആളുകളുണ്ടല്ലോ. ഈ നാട്ടിൽ നമുക്കൊരു പ്രയാസം കിടന്നു വന്നാൽ നമ്മുടെ കണ്ണുനീരൊപ്പാൻ ആളുകളുണ്ടല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ പരലോകമുണ്ട് വാപ്പാ, അവിടെ ഒരാളും നമ്മളെ ചേർത്തു പിടിക്കാനില്ല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടാണ് പ്രവാചകൻ പറഞ്ഞത്, ആയിഷ, നിന്റെ പ്രയാസങ്ങൾ അറിയാം, മുഹമ്മദ് അവിടെ ഇല്ല. എന്റെ സഹാബത്തിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയാത്ത ചില ഘട്ടങ്ങൾ പോലും പരലോകത്തുണ്ട്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറയുന്നുണ്ട്, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് ഒരു വാപ്പാനെ കൊണ്ടുവരികയാണ്, ഒരു ഉമ്മാനെ കൊണ്ടുവരികയാണ്, അവരുടെ പൊന്നുമകനെയോ മകളെയോ കൊണ്ടുവരികയാണ്. ദുനിയാവില് ചെയ്തു കൂട്ടിയതെല്ലാം പടച്ച റബ്ബ് തൂക്കി നോക്കുകയാണ്. അവസാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാപ്പയോട് പറയുമല്ലോ, ഓ അടിമേ, ഈ ദുനിയാവില് നീ ചെയ്തു കൂട്ടിയ നന്മകളുണ്ടല്ലോ, എന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിനക്ക് പര്യാപ്തമല്ല. ആ ഉമ്മയോട് പറയും, പെണ്ണേ, ദുനിയാവില് കഷ്ടപ്പെട്ടു ചെയ്ത നിന്റെ ഇബാദത്തുണ്ടല്ലോ, നിന്റെ ആരാധന കർമ്മങ്ങൾ ഉണ്ടല്ലോ, എന്റെ സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക് പോവാൻ അതുകൊണ്ട് ആവില്ല പെണ്ണേ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ആ സമയത്താണ് ആ വാപ്പയുടെയും ഉമ്മയുടെയും പൊന്നുമകനോട് അല്ലാഹു പറയുന്നത്, മോനെ, നിനക്കിന്ന് ഞാൻ സംവിധാനിച്ചു വച്ചിരിക്കുന്നത് എന്റെ സുഖലോലുപതയുടെ സ്വർഗമാണ് പൊന്നുമകനെ. നിനക്ക് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. അല്ലാഹു പറയുന്നു ആ പൊന്നുമകനോട്,
മോനെ, നിനക്ക് അല്ലാഹു സംവിധാനിച്ചു വച്ചിരിക്കുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നിനക്ക് നിർഭയത്വത്തോടെ കടന്നു പോകാമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോ ആയിഷ ആ വാപ്പയുടെ കണ്ണ് നിറയുന്ന രംഗമുണ്ട്. ആ വാപ്പയോടല്ല പറഞ്ഞത് നരകത്തിന്റെ തീജ്വാലയിലേക്ക് കടന്നു പോകാനാണ്. നരകത്തിന്റെ കവാടത്തിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് ആ വാപ്പയൊന്ന് തിരിഞ്ഞു നോക്കുമല്ലാ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ പൊന്നുമകനല്ലയോ? ആ ഉമ്മയൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുമല്ലാ, എന്റെ രക്തത്തിൽ പിറന്ന പൊന്നുമകനല്ലയോ സ്വർഗത്തിന്റെ അനുഭൂതിയിലേക്ക് കടന്നു പോകുന്നത്? ഒരുപാട് സൽക്രമങ്ങൾ എനിക്ക് കുറവില്ല, ഒരുപാട് തിന്മകൾ എനിക്കില്ല, എനിക്കൊരൽപ്പം കൂടി നന്മകളുണ്ടെങ്കിൽ പടച്ചറബിന്റെ സ്വർഗത്തിൽ കടന്നു പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് വാപ്പ പൊന്നുമകനെ വിളിക്കും. മോനെ, അല്ലാഹു എന്നെ നരകത്തിലേക്ക് ഇന്ന് പറഞ്ഞയക്കുകയാണ്. ദുനിയാവിന്റെ നിസാരതയെ കുറിച്ചറിയാത്ത മനുഷ്യനോട് പരലോകത്തിന്റെ നിസ്സഹായ അവസ്ഥ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്. ആയിഷ ആ പൊന്നുമകനെ വാപ്പ വിളിക്കുന്നു. മോനെ, ഈ ദുനിയാവില് വാപ്പ കഷ്ടപ്പെട്ടത് എന്റെ പൊന്നുമകന് വേണ്ടിയാണ്. ഈ ദുനിയാവിൽ ഒരുപാട് വാപ്പ കഷ്ടപ്പെട്ടത് എന്റെ പൊന്നുമകന് വേണ്ടിയാണ്. പട്ടിണി കിടന്നിട്ടാണ് വാപ്പ നിന്നെ വളർത്തിയത്. ജീവിതത്തിന്റെ സുഖരസങ്ങൾ എല്ലാം ആറടി മണ്ണിന്റെ ഉള്ളിൽ അടക്കം ചെയ്തിട്ട് നിന്റെ വാപ്പ കടൽ കടന്നു പോയത് എന്തിനെന്നറിയോ മോനെ? നിന്നെയും നിന്റെ ഉമ്മാനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. വാപ്പ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, വാപ്പ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല. ദുനിയാവിന്റെ സുഖരസങ്ങളെല്ലാം വാപ്പ എന്റെ പൊന്നുമകന് വേണ്ടി ത്യജിച്ചവനാണ്. അതുകൊണ്ട് മോനെ, വാപ്പയ്ക്ക് ഒരുപാട് നന്മയ്ക്ക് കുറവില്ല. എന്റെ പൊന്നുമകനോട് അല്ലാഹു സ്വർഗത്തിൽ കടന്നു പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മോന്റെ സൽക്രമങ്ങളിൽ നിന്നൊരൽപ്പം എനിക്ക് വീതിച്ചു തന്ന നിന്റെ വാപ്പയും സ്വർഗത്തിലാടാ പൊന്നുമകനെ. ആ സമയത്താണ് ഉമ്മ വിളിക്കുന്നത്. മോനെ, ഈ മാറിടത്തിൽ നിന്ന് എത്ര തവണയാടാ നീ മധുരം നുകർന്നത്? നീ അമ്മിഞ്ഞപ്പാല് എത്ര സന്തോഷത്തിലാണ് എന്റെ മാറിടത്തു നിന്ന് കുടിച്ചത്? നിന്നെ ഞാൻ ഉദരത്തിൽ ചുമന്നപ്പോ ഉമ്മക്ക് വലിയ പ്രയാസങ്ങളായിരുന്നു. പക്ഷേ എന്റെ പൊന്നുമകന് വേണ്ടി പ്രയാസങ്ങളെല്ലാം സഹിച്ചവളാണ് ഞാൻ. നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. നിന്നെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് എനിക്ക് രാത്രി സമയത്ത് സ്വസ്ഥമായിട്ടൊന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമകനെ, ഇന്നുമ്മാനെ അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ ഉമ്മാനെ പടച്ച റബ്ബ് നരകത്തിലേക്ക് പറഞ്ഞയക്കുകയാ. എന്റെ പൊന്നുമകന്റെ നന്മകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉമ്മക്ക് വീതം വെച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ ഉമ്മയോട്, ആ വാപ്പയോട് ആ ചെറുപ്പക്കാരൻ പൊന്നുമകൻ പറയുന്നു, അല്ലയോ വാപ്പാ, ഓ ഉമ്മ, ലാ യഹ്ബുലു മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. അല്ലാഹുവിന്റെ പരലോകം നിസാരമാണുമ്മ. ഇവിടെ നിങ്ങളുടെ ഭാരം ചുമക്കാൻ എനിക്ക് കഴിയില്ല, നിങ്ങളുടെ പാപങ്ങളെയേക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ നന്മകൾ പോലും കുറഞ്ഞു പോയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോ എന്റെ കർമ്മങ്ങളിൽ നിന്ന് കടുകുമണി പോലും നിങ്ങൾക്ക് ഞാൻ വീതിച്ചു തരില്ല എന്ന് പൊന്നുമകൻ പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, വാപ്പ ഉമ്മയെ തിരിച്ചറിയില്ല, ഉമ്മ വാപ്പാനെ തിരിച്ചറിയില്ല, മക്കള് വാപ്പാനെ തിരിച്ചറിയില്ല, സ്വന്തം ബന്ധങ്ങൾക്ക് ഇവിടെ വിലയില്ല. ആയിഷ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാ കഴിയില്ല, മുഹമ്മദിന്റെ അസ്ഹാബിമാരാണെന്ന് പറഞ്ഞാ കഴിയില്ല. ആയിഷ മൂന്ന് സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ സഹായമല്ലാതെ, മൂന്ന് സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ സഹായമല്ലാതെ ഒരു സഹായവും നമുക്കില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയാ, മൂന്ന് സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായമില്ല.
കാരണം ആ പ്രതിസന്ധി ഘട്ടം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ ദുർഘടം പിടിച്ചതാണത്രേ. അവിടെ ഒരു മനുഷ്യൻ ചേർത്ത് പിടിക്കാനില്ല. അവിടെ ഒരു മനുഷ്യൻ പോലും നമ്മുടെ പ്രയാസത്തെ അവിടെ തിരിച്ചറിയാൻ ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല. ഒന്നാമത്തെ സന്ദർഭം ഏതാണ്? എന്നെ ശ്രവിക്കാൻ ഇവിടെ കടന്നു വന്ന ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങള്, ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ രക്ഷപ്പെടാൻ ഒരുപാട് സൽക്രമങ്ങൾ അള്ളാഹു ദുനിയാവിൽ ആയുസ്സും ആരോഗ്യവും നൽകിയ സമയത്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്റെ നസീഹത്തുകൾ ഉപകരിക്കട്ടെ. അള്ളാന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഒന്നാമത്തെ സന്ദർഭം ഏതെന്നറിയോ? ഇൻദൽ മീസാൻ. ദുനിയാവിൽ ചെയ്തു പോയ സൽക്രമങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൂക്കി നോക്കുന്ന സമയമാണ്. മനുഷ്യന്റെ കൽബ് പൊട്ടുകയാണ്. ആരാണ് വിജയിക്കുന്നത്? ആരാണ് പരാജയപ്പെടുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുന്നവനാണ് അവനെ രക്ഷപ്പെട്ടവന്. അല്ലാഹു പരീക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ് സഹോദരങ്ങളെ. ഒരുപാട് സൽക്രമങ്ങളുമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവരുണ്ട്. നിസാരമായ കർമ്മങ്ങളുമായിട്ട് പടച്ചറബിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. പേടിച്ച രണ്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അള്ളാഹു ഓരോ സൽക്കർമ്മങ്ങളും ഓരോ ദുഷ്കർമ്മങ്ങളും ഇന്നലെ ചെയ്തതുപോലെ പടച്ചറബ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാ. രഹസ്യത്തിൽ ചെയ്തതുണ്ട് വാപ്പാ, പരസ്യത്തിൽ ചെയ്തതുണ്ട് വാപ്പാ, എല്ലാം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ നന്മയുടെ തട്ടിനാർക്കാണ് കനം തൂങ്ങിയത്? ആ മനുഷ്യനാണ് അല്ലാഹുവിന്റെ പരലോകത്ത് വിജയിച്ചത്. ആരുടെ തിന്മയുടെ തട്ടിനാണ് കനം തൂങ്ങിയത്? ആ മനുഷ്യനാണ് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകത്തിന്റെ ഭീമാകാരമായ ഒന്നാമത്തെ അവസ്ഥയാണ് ഇൻദൽ മീസാൻ. അല്ലാഹു നമ്മുടെ സൽക്രമങ്ങളെ തൂക്കി നോക്കുന്ന സമയമുണ്ടല്ലോ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് സൽക്രമങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു നമുക്ക് ആയുസ് തന്ന സമയത്ത്, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്ന സമയത്ത്, ഓടാനും ചാടാനും ഒക്കെ ചുറുചുറുക്ക് നമുക്ക് അല്ലാഹു തന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സൽക്രമങ്ങൾ ചെയ്യണേ. സമയങ്ങൾ നിങ്ങൾ പാഴാക്കി കളയല്ലേ. ഒരു മനുഷ്യന്റെ മരണമാണ് സൽക്രമങ്ങളെ മുറിച്ചു കളയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീനത്തുൻ നബവിയുടെ ചാരത്തിരുന്ന് എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് സഹാബ, ദുനിയാവിൽ അല്ലാഹു തന്ന സമയത്ത് നിങ്ങൾ കളഞ്ഞു കുളിക്കല്ലേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന ക്ഷണികമായൊരു സമയമാണിത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയില് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കേണ്ടവരാണ് നാം. കുറഞ്ഞ കാലമാണ് അല്ലാഹു ദുനിയാവിന്റെ ലോകത്ത് നമുക്ക് തന്നത്. ആ സമയം കൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. സമയം നഷ്ടപ്പെട്ടു പോയിട്ട് അല്ലാഹുവേ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നല്ല, അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ സമയത്ത് നിങ്ങൾ വിനിയോഗിക്കണേ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് കടന്നു വരുന്ന ഹയ്യ അലസ് സ്വലാ, വിജയത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നിങ്ങളെ പുറം തിരിഞ്ഞു നടക്കരുതേ. പാവപ്പെട്ടവരും പ്രയാസം അനുഭവിക്കുന്നവരും നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളവരുടെ കണ്ണുനീരൊപ്പാന്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടവരുടെ കണ്ണുനീരൊപ്പാൻ അവസരം കിട്ടുമ്പോ ആ അവസരങ്ങളെ നിങ്ങളെ കളഞ്ഞു കുളിക്കല്ലേ. ഏത് ചെറിയ സൽക്കർമ്മമാണ് ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് അവസരം തരുന്നത്. ആ അവസരങ്ങളെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയല്ല പെങ്ങളെ. വാപ്പാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഖാബിലുൽ അർവാഹിനെ നമ്മൾ കാണുമല്ലോ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖാബിദുൽ അർവാഹ് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരികയാണ്. എല്ലാ മനുഷ്യന്റെ ശരീരവും ആത്മാവും, എല്ലാ മനുഷ്യന്റെ ആത്മാവും മരണത്തെ രുചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ 60-70 വർഷം ദുനിയാവിൽ ജീവിച്ചൊരു വാപ്പ മരണാസന്നനായി കട്ടിലിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ കൽപ്പനയുമായിട്ട് കടന്നു വരികയാ. ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത്, അല്ലാഹുവേ മരണമാസന്നമാകുന്ന സമയത്ത് നന്മ ചെയ്യാൻ, മീസാനിനെ കനപ്പെടുത്താൻ ജീവിതത്തിൽ അല്ലാഹു തന്ന സമയത്ത് വിനിയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. 70 വർഷം അല്ലാഹു ജീവിക്കാൻ അവസരം തന്നിട്ട് അല്ലാഹുവേ മരണാസന്നനായി കിടക്കുന്ന വാപ്പ, ആ വാപ്പാടെ മുമ്പിലേക്കാണ് ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിന്റെ ദൂതനതാ നിന്റെ കട്ടിലിന്റെ ചാരത്തു കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ മനുഷ്യൻ മലക്കുൽ മൗത്തിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് ആ മനുഷ്യൻ പറയുകയാണ്, ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ? വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളെ ചെവിയൊന്ന് തുറന്നു വെച്ചിട്ട് കേൾക്കണേ. 70 വർഷം ദുനിയാവിൽ ജീവിച്ചിട്ട് 50-60 വർഷം ദുനിയാവിൽ ജീവിച്ചവര് ആരോഗ്യത്തോടു കൂടി എന്റെ സദസ്സിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒരു വടി കുത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ പരസഹായമില്ലാതെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോഴും അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യം തന്നില്ലേ? ഈ ചെറുപ്പക്കാരാ, 30-35 വർഷം ആരോഗ്യത്തോടെ ജീവിച്ചില്ലേ? നിന്റെ കാലിൽ അല്ലാഹു ഒരു മുള്ളു പോലും കൊള്ളിച്ചില്ല. 18-20 വയസ്സ് വരെ ജീവിച്ചിട്ട് എത്ര ചെറുപ്പക്കാരാണ് പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നത്? ദുനിയാവിൽ അവസരങ്ങൾ അല്ലാഹു തന്നിട്ട് ആ അവസരങ്ങളെയെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് ദുനിയാവിൽ വർഷങ്ങളോളം ജീവിച്ചു കഴിഞ്ഞിട്ട് അവസാനം അല്ലാഹുവിന്റെ വിധിയുമായി മലക്കുൽ മൗത്ത് ചാരത്തു വരുമ്പോ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയക്കുമോ അല്ലാ? ഈ മരണത്തിന്റെ അവധി എനിക്കൊന്ന് നീട്ടിത്തരുമോ അല്ലാ? എന്തിനാണ് വാപ്പാ മരണത്തിന്റെ അവധി നീട്ടി ചോദിക്കുന്നതെന്നറിയോ? ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു. ഈ ദുനിയാവിൽ 70 വർഷം ജീവിച്ചവനാണല്ലാ. എത്ര മൗഢ്യമായ വാക്കാണ് ആ മനുഷ്യൻ പറയുന്നതെന്നൊന്ന് തിരിച്ചറിയണേ. ആ മനുഷ്യൻ 70 വർഷം എളിഞ്ഞു ജീവിച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൽ ആസ്വദിച്ചു ജീവിച്ചിട്ട് കേറിക്കിടക്കാനുള്ള വീട് കൊടുത്തു, സഞ്ചരിക്കാൻ വാഹനം കൊടുത്തു, മാന്യമായ ജോലി കൊടുത്തു, അല്ലാഹുവേ നല്ല മക്കളെ കൊടുത്തു, ഭാര്യയെ കൊടുത്തു. 60 വർഷം ജീവിച്ചപ്പോഴും ആ മനുഷ്യന്റെ കാലില് ഒരു മുള്ളു പോലും പടച്ചറമ്പ് കൊള്ളിച്ചില്ല. അത്രമേൽ സുഖസന്തോഷത്തോടെ ദുനിയാവില് ജീവിച്ചിട്ട് മലക്കുൽ മൗത്തിലെ കാണുമ്പോ പറയുന്നു, റബ്ബേ ഈ ദുനിയാവിലേക്ക് എന്നെ ഒന്ന് മടക്കല്ലാ. എന്തിനാണെന്നറിയോ? ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു. ദുനിയാവില് ചെയ്യാൻ മറന്നുപോയത്, ദുനിയാവില് ചെയ്യാൻ ഞാൻ മറന്നുപോയത്, ദുനിയാവില് ഞാൻ ബാക്കി വെച്ചത് ചെയ്യാം അല്ലാ. അല്ലാഹുവിന്റെ മുമ്പ് കരയുന്നൊരു രംഗമുണ്ട് സഹോദരങ്ങളെ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ആ സമയത്ത് നീ സെക്കൻഡ് നേരത്തേക്കിന് പോലും നീട്ടി ചോദിച്ചാൽ, സെക്കൻഡ് നേരത്തേക്ക് ഒരല്പ സമയത്തേക്ക് നീട്ടി ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തു തരൂല വാപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണേ. ആ കർമ്മങ്ങളെ തൂക്കി നോക്കുന്ന പരലോകത്തെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് മീസാൻ. വാപ്പാ കരയണം വാപ്പാ, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്തിട്ട് ഖേദിക്കണേ വാപ്പാ.
ഇനിയുള്ള സെക്കൻഡ് സമയങ്ങളെ കളഞ്ഞു കുളിക്കല്ല പെങ്ങളെ. ദുനിയാവിന്റെ ആർഭാടവും ആസ്വദിച്ചുകൊണ്ട് ദുനിയാവിന്റെ പുറഞ്ചട്ടയുടെ പുറത്തിങ്ങനെ വെറുതെ രാവിലെ കിടന്നു രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു, അതുപോലെ റൊട്ടേറ്റ് പോലെ വീണ്ടും രാത്രി കിടന്നു പകൽ എഴുന്നേറ്റു. സമയങ്ങളെയും സെക്കൻഡുകളെയും നിങ്ങൾ കളഞ്ഞു കുളിക്കല്ലേ. ഒരു നന്മ ചെയ്യാൻ ജീവിതത്തിൽ അല്ലാഹു അവസരം തന്ന ആ അവസരത്തെ നിങ്ങൾ കളയല്ലേ വാപ്പാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും മരിക്കാൻ കിടക്കുന്ന സമയത്ത് കരയാറുണ്ട്. എന്തിനെന്നറിയോ? നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ കരയുന്നത് എന്തിനാ? എന്റെ മക്കളെ, വാപ്പ നിങ്ങളെ വിട്ടുപോകുകയാണ്. എന്റെ പ്രിയതമേ, എത്ര കാലമാണ് നാം ഒന്നിച്ചു ജീവിച്ചത്? നിന്നെ പിരിയുകയാണ് പെണ്ണെ ഞാന്. ദുനിയാവിൽ ഉണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആ പ്രയാസം കൊണ്ടാണ് പലപ്പോഴും മരണസമയത്ത് നമ്മൾ കരഞ്ഞത്. അമലുകൾ കുറഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ടോ, അതല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ടോ ഒരൊറ്റ കണ്ണുനീര് പോലും നമ്മുടെ കണ്ണിലൂടെ വന്നിട്ടില്ല. മരിക്കാൻ കിടക്കുമ്പോ വാപ്പ വസിയ്യത്തുകൾ പറയാറുണ്ട്. മക്കളോട് ഇന്നതെല്ലാം നിങ്ങൾക്കാന്ന് പറയാറുണ്ട്. പെണ്ണെ, നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിയുകയാ. ഇനി അള്ളാന്റെ കോടതിയിലെ കാണാമെന്ന് പറഞ്ഞിട്ട് പിരിയുന്ന വാപ്പാ. അള്ളാന്റെ റസൂലിന്റെ സഹാബത്തും മരിക്കാൻ കിടക്കുമ്പോ എന്തിനാ കരയുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയോ വാപ്പാ? ആ കൂട്ടുകാര് ആ മനുഷ്യന്റെ സക്കറാത്തു സമയത്ത് സഹാബാക്കളെ കാണാൻ വേണ്ടി പുറപ്പെടാറുണ്ട്. ആ സമയത്ത് ആശ്വാസത്തിന്റെ വാക്ക് പറയുമല്ലോ. എന്തിനാ സഹാബ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങളുടെ കണ്ണ് നിറയുന്നത്? നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കൈപിടിച്ചു മുസ്ലിമായവരല്ലേ? അള്ളാന്റെ റസൂലിന്റെ കൂടെ രണാങ്കണത്തിൽ പങ്കെടുത്തവരല്ലേ? അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് പരസ്പരം ആശ്വസിപ്പിക്കുമ്പോ ആ സമയത്ത് മരിക്കാൻ കിടക്കുന്ന സഹാബിയുടെ മറുപടി എന്തെന്നറിയോ? ഓ കൂട്ടുകാരാ, മരിക്കാൻ എനിക്ക് ഭയമില്ല, മരണത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയമില്ല, ഖബറിന് എനിക്ക് പേടിയില്ല, മീസാനിന് എനിക്ക് പേടിയില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞാൽ ഖാബിദുൽ അർവാഹ് കടന്നു വന്നിട്ട് എന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോയാ നിസ്കരിക്കാനുള്ള അവസരം എനിക്ക് കഴിഞ്ഞല്ലോ, നോമ്പ് പിടിക്കാനുള്ള അവസരം കഴിഞ്ഞല്ലോ, സ്വതക്ക കൊടുക്കാനുള്ള അവസരം കഴിഞ്ഞല്ലോ. നാളെ ദുനിയാവിന്റെ പുറത്ത് നിങ്ങളെല്ലാം നിസ്കരിച്ചും നോമ്പ് പിടിച്ചും സ്വതക്ക കൊടുത്തും സൽക്രമങ്ങളുടെ ഏടിൽ ഒരുപാട് സൽക്രമങ്ങൾ നിറക്കുമ്പോ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ പടച്ചറപ്പിന്റെ ഖബറിലാണല്ലോ ഞാന്. അള്ളാഹുവിന്റെ ഖബറിലാണല്ലോ ഞാന്. സൽക്രമങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ടാണ്, കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം മരണം മുറിച്ചു കളയുമല്ലോ എന്നോർത്തിട്ടാണ് അള്ളാന്റെ റസൂലിന്റെ സഹാബത്തു കരഞ്ഞതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കില് എന്നെ ശ്രമിക്കാൻ ഇവിടെ കടന്നു വന്ന വാപ്പമാരോട്, ഈ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് അമലില്ലാതെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ചെല്ലരുതേ. അവിടെയാണ് നമുക്ക് ജയപരാജയങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്നത്. ആരുടെ കർമ്മമാണ് കനം തൂങ്ങിയത്? ആരുടെ കർമ്മമാണ് കനം തൂങ്ങിയത്? ആ മനുഷ്യന് വിജയിച്ചല്ലോ. ആരുടെ തിന്മക്കാണ് കനം തൂങ്ങിയത്? ആ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നന്മയുണ്ടോ നീ പരലോകത്ത് വിജയിച്ചു.
മക്കളൊക്കെ റോഡിൽ കൂടെ സൂക്ഷിച്ച് നടന്നു പോകണം, വണ്ടിയൊക്കെ വരലുണ്ട്. കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചോണം. റോഡിലൂടെ നടക്കുന്ന കുട്ടികൾ. മിനിങ്ങാന്ന് കഴിഞ്ഞ ദിവസം അടക്കസ്ഥലം മക്കാമറൂസിൽ വഴ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3 വയസ്സുള്ള കുഞ്ഞിനെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശണ്ട. നമ്മൾ ശ്രദ്ധിക്കണം. റോഡിലൂടെ ഒക്കെ നടക്കുന്ന കുട്ടികളെ സദസ്സിൽ വന്നിരിക്കും. നിങ്ങൾക്ക് കൂടെ കേൾക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയണുണ്ടോ? ഏയ്, ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? ശബ്ദം അല്പം പ്രയാസമുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിൽ കിട്ടുന്ന സമയങ്ങളെ നിങ്ങൾ കളയരുത്. 1 സെക്കൻഡാണ് ദുനിയാവിൽ അള്ളാഹു ജീവിക്കാൻ കഴിഞ്ഞാലും ആ സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങൾ ഒരു നന്മ ചെയ്യണം. കാരണം എന്താണ്? ഈ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഇതൊന്ന് വീതം വെച്ചു കൊടുക്കാൻ ഒരാളില്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അത്രമേൽ ചേർത്തു പിടിച്ച ദുനിയാവിന്റെ കഷ്ടപ്പാടൊക്കെ മക്കൾക്ക് വേണ്ടിയാണ്. എന്തു പറഞ്ഞാലും വാപ്പ എന്റെ മക്കൾ, എന്റെ മക്കൾ, എന്റെ മക്കൾ. ആ മക്കളെ അല്ലാഹു സ്വർഗത്തിൽ പറഞ്ഞേക്കുമ്പോ നരകത്തിൽ പോവേണ്ട ഒരു വാപ്പയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ചോദിക്കും, മോനെ ഇവിടെ എന്ത് മകൻ ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുക്കും. മൊബൈൽ വേണോ, വാഹനം വേണോ, വിദ്യാഭ്യാസം വേണോ, ഏത് സൗകര്യം ചെയ്തു കൊടുക്കാനും മക്കൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാണ്. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും നമ്മൾ 6 അടി മണ്ണിന്റെ ഉള്ളിൽ അടക്കം ചെയ്തിട്ടാണ് കടൽ കടന്ന് പ്രവാസിയായിട്ട് ഓരോ വാപ്പമാരും കടന്നു പോകുന്നത്. കൈപിടിച്ചു വന്ന പെണ്ണ്, അവൾക്ക് അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്ന പൊന്നുമക്കൾ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷമാണത്. നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. ഇവിടെ ഞാൻ മക്കളെ, ഭാര്യയെ ഓർത്തിട്ട് നാട്ടിൽ തന്നെ കഴിച്ചു കൂട്ടിയാൽ ഒന്നും മിച്ചമില്ല. അതുകൊണ്ട് കടൽ കടന്നു പോയ വാപ്പമാർ അല്ലേ, 30ഉം 20ഉം 25ഉം വയസ്സിൽ കടൽ കടന്നവർ 50ഉം 60ഉം വയസ്സിലേക്ക് എത്തുമ്പോഴാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു നാട്ടിലേക്ക് വരുന്നത്. ജീവിതത്തിന്റെ നല്ല സമയം മുഴുവനും മരുഭൂമിയോടും സൂര്യനോടും മല്ലടിച്ചുകൊണ്ട് നമ്മൾ ഹോമിച്ചു. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി. ഈ മക്കളാണ് നാളെ സ്വർഗത്തിൽ പോകുമ്പോ വാപ്പ നരകത്തിലും. വാപ്പ ചോദിക്കുകയാണ്, മോനെ നിന്റെ സൽക്കർമ്മത്തിൽ നിന്ന് ഒരല്പം, ഒരുപാടൊന്നും വാപ്പാക്ക് വേണ്ട, ഒരല്പം മതി. നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പാട്, എത്ര ദുരിതം ഈ ദുനിയാവിൽ ഞാൻ സഹിച്ചതാ മോനെ. നിനക്ക് ഒരുപാട് അമലുകൾ ഉണ്ടല്ലോ. ഒരു കടുകുമടിയുടെ അമല് തന്നാൽ വാപ്പയുടെ തുലാസിൽ നന്മയുടെ ത്രാസ് നിറഞ്ഞു. അവിടെ പറഞ്ഞ മകന്റെ മറുപടി, വാപ്പാ ദുനിയാവിലാണ് സഹായിക്കാറുണ്ട് നിങ്ങളെ, പക്ഷേ അള്ളാന്റെ പരലോകത്തിൽ സഹായിക്കുക നിർവാഹമില്ലെന്ന് പൊന്നുമക്കൾ നമ്മളോട് പറയുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അവിടെയാണ് ദുനിയാവിന്റെ സമയങ്ങൾ. വെറുതെ വയല് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, വെറുതെ വയല് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. പറയുന്നതെന്തോ എനിക്കും നിങ്ങൾക്കും ഉപകാരമുണ്ടാവണം. പാതിരാത്രി സമയത്ത് ഈ കൊടും ചൂടില് എല്ലാ തിരക്കുകളും, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പണിക്ക് പോയവരാണ്, എനിക്കറിയാം. ഓഫീസ് ഡ്യൂട്ടിക്ക് പോയവർ, അതല്ലെങ്കിൽ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കാൻ പോയ ആളുകൾ, പണിയൊക്കെ കഴിഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞു വന്നു, വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ചു, ഇശാ നിസ്കരിച്ചു, ഒന്ന് കിടന്നുറങ്ങാൻ ശരീരം അത്രമേൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തും അള്ളാന്റെ ഈ പരിശുദ്ധമായ ഭവനത്തിൽ എന്റെ ചാരത്ത് കടന്നു വന്ന് വഴുത് കേൾക്കാൻ നിങ്ങൾ കടന്നു വന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചാൽ, ഇത് സ്വർഗത്തിന്റെ സദസ്സാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ സദസ്സ് അനുകൂല സാക്ഷി വഹിച്ചാൽ അത് ഞങ്ങൾക്ക് മതി. ഉമ്മമാര് വീട്ടില് രാവിലെ പകരന്തിയോളം അടുക്കള കിടന്ന് പണിയെടുത്ത് അവസാനം ഭക്ഷണം കഴിച്ച പാത്രവും കഴുകി വെച്ചിട്ട് ഇനി ഒരല്പസമയം നടുവൊന്ന് നിവർത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അള്ളാന്റെ ദീൻ പറയുന്ന മജ്‌ലിസ് ഉണ്ടെന്നറിഞ്ഞപ്പോ, രാത്രിയിൽ ആണെങ്കിലും കുഴപ്പമില്ല, ഉറക്കം കുറച്ച് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അള്ളാന്റെ ദീൻ കേൾക്കാൻ വേണ്ടി കടന്നു വന്നവർ. എന്തിനാ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, സൽക്കർമ്മങ്ങളുടെ കേടിലേക്ക് ഇതൊരു ഡെപ്പോസിറ്റായി മാറണമെന്നുള്ള പ്രതീക്ഷയിലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മരണത്തെക്കാൾ ഖൈറാണ് ഒരു കടുകുമടിയുടെ അമൽ നമ്മൾ ചെയ്യുക എന്നുള്ളത്. മരണത്തെക്കാൾ ഖൈറാണ് ഒരു കടുകുമടിയുടെ വലിപ്പം നന്മ ചെയ്യാൻ ദുനിയാവിൽ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. ഒരു നന്മയെയും നിങ്ങൾ ചെറുതായി കാണരുത്. 1 രൂപയാണ് മുന്നിലേക്ക് കൈനീട്ടുന്ന ഒരു പാവപ്പെട്ടവന്റെ മുമ്പിൽ പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ 1 രൂപയുടെ ഒരു കോയിനാണുള്ളത്. അതാ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ നിസാര തുകയല്ലേ എന്നല്ല, അതിനെപ്പോലും നിങ്ങൾ ചെറുതായി കണക്കാക്കരുത്. ഒരു നന്മയും
ചെറുതായി കണക്കാക്കരുത്. ആ 1 രൂപയാവും നാളെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവല്. ആ 1 രൂപയാവും മീസാൻ എന്ന തുലാസിൽ ഒരുപാട് കനമുള്ള കർമ്മങ്ങളായി മാറുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഒരു സഹാബി വഫാത്താവാൻ കിടക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ആ സഹാബിയെ കുറിച്ച് ഒരു പരാതിയുമായിട്ടൊരു മനുഷ്യൻ കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, ഇന്ന മനുഷ്യൻ വഫാത്താവാൻ കിടക്കുകയാണ് നബിയേ. ആ മനുഷ്യന്റെ ശരീരത്തിലെ രണാങ്കണത്തിലേറ്റ മുറിവുകളുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ലാത്ത പരിക്കുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. മരണത്തോട് ആ മനുഷ്യൻ മല്ലടിക്കുന്നു നബിയേ. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത്, ആ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ പ്രാർത്ഥന എന്തെന്നറിയോ? ആ മനുഷ്യൻ അല്ലാഹുവോട് ഇങ്ങനെ ദുആ ചെയ്യുന്നു, നബിയേ, അല്ലാഹുവേ വേദന എനിക്ക് സഹിക്കാൻ കഴിയണില്ല. അല്ലാഹുവേ വേദന എനിക്ക് സഹിക്കാൻ കഴിയണില്ല. എന്റെ ശരീരത്തിലെ രോഗങ്ങൾ എന്നെ അത്രമേൽ പ്രയാസപ്പെടുത്തുന്നു. അതുകൊണ്ട് അല്ലാഹ് ഒരുപാട് പ്രയാസപ്പെടുത്താതെ നീ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. എത്ര ആളുകളെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കാണാറുള്ളത്. ശരീരത്തിലെ രോഗം പിടിച്ചിട്ട് ഒരുപാട് രോഗങ്ങൾ ശരീരത്തെ കാർന്നു തിന്നിട്ട് അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നവര്, മക്കള് നോക്കി മടുത്തു, എന്റെ ഭാര്യ നോക്കി മടുത്തു, കുടുംബാദികളെല്ലാം വിറ്റുപറക്കി. അവസാനം ആ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുന്നല്ലാ, എല്ലാവർക്കും ഒരു ഭാരമാക്കി എന്നെ ദുനിയാവിൽ അവശേഷിപ്പിക്കരുതേ, എന്നെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ഏ സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യല്ലേ. ദുനിയാവിൽ ഏത് പ്രയാസം വന്നാലും, രോഗം വന്നാലും, വേദന വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും അല്ലാഹുവോട് മരണത്തെ നിങ്ങൾ ചോദിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് ഈ സഹാബി പറയുന്നത്, ഇന്നയാള് മരിക്കാൻ കിടക്കുമ്പോ നബിയെ മരിപ്പിക്കണേ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ കാണാൻ പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണേ, എനിക്കെന്റെ വേദന സഹിക്കാൻ കഴിയണില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓടിച്ചെന്നിട്ട് ആ മനുഷ്യന്റെ കയ്യെ തട്ടി മാറ്റി. റസൂലുള്ള ഓടിച്ചെന്നിട്ട് ആ മനുഷ്യന്റെ കരങ്ങൾ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് പറയുന്നു, സഹാബാ, നിങ്ങൾ അങ്ങനെ അല്ലാഹുവോട് ദുആ ചെയ്യല്ലേ, അങ്ങനെ നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യല്ലേ. ദുനിയാവിൽ 1 സെക്കൻഡ് സമയമാണ് അല്ലാഹു നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം തന്നത്. 1 സെക്കൻഡ് സമയമാണ് ദുനിയാവില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സമയം തന്നത്. ആ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താ അത് മരണത്തെക്കാൾ ഖൈറാണെന്ന് അസത്യത്തിന്റെ ലാഞ്ചന നാവിൻ തുമ്പിലൂടെ നിർഗളിക്കാത്ത മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടണ്ടേ ഉമ്മ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ നിസ്സഹായത നിങ്ങൾ അറിഞ്ഞല്ലോ. ഈ ഒന്നാമത്തെ പരീക്ഷണ കടമ്പ അത് അല്ലാഹുവിന്റെ മീസാനാണെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നമുക്ക് മീസാനെ ഒന്ന്, തുലാസിനെ ഒന്ന് കനപ്പെടുത്തണമല്ലോ. എന്ത് നന്മയാ ചെയ്യേണ്ടത്, എന്ത് നന്മയാണ് ദുനിയാവിൽ ചെയ്യേണ്ടത്? കുറഞ്ഞ സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു നന്മ മാത്രം ചർച്ച ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. ഏ പ്രിയമുള്ള സഹോദരങ്ങളെ, നന്മകൾ നഷ്ടപ്പെട്ടു പോയാ അല്ലാഹുവിന്റെ പരലോകത്തിന്റെ വിജയകവാടം നമ്മുടെ മുമ്പ് അടക്കപ്പെടുകയാണ്. പടച്ച റബ്ബിന്റെ സ്വർഗം നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തതാവുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. അവൻ അല്ലാഹു പാപമോചനം നൽകില്ല, അവനെ അല്ലാഹു ശുദ്ധീകരിക്കില്ല, അവന്റെ മുമ്പിലെ പടച്ചോന്റെ സ്വർഗം തുറക്കില്ല. അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ കളയരുതേ. ഏ ഉമ്മമാരെ,
ദുനിയാവിന്റെ സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോ പരലോകത്തിന്റെ സന്തോഷത്തിനു വേണ്ടിയുള്ള പണി നിങ്ങൾ ദുനിയാവിൽ എടുക്കണേ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചാരത്തു കടന്നു വന്നിട്ട് അബൂദർ തങ്ങൾ ചോദിക്കുന്നു, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ അങ്ങനെക്കൊരു വസിയ്യത്ത് ചെയ്യണം നബിയേ. ആ വസിയ്യത്ത് എന്നെ പരലോകത്തെ മീസാൻ എന്ന തുലാസിലെ ഘനമുള്ള കർമ്മങ്ങളാക്കണം നബിയേ. എന്റെ ജീവിതത്തില് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്കൊരുപാട് സൽക്കർമ്മങ്ങളുമായി കടന്നു ചെല്ലണം നബിയേ. അതുകൊണ്ട് സാരസമ്പൂർണമായ ഒരു നിർദ്ദേശം എനിക്ക് തരണേ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂദറിനോട് ഒന്നാമത് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? അല്ലയോ അബൂദറേ, ദുനിയാവിന്റെ ജീവിതത്തിൽ അറിഞ്ഞാവട്ടെ അറിയാതെയാവട്ടെ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റു സംഭവിച്ചു പോയാ ആ തെറ്റിന്റെ പിന്നാലെ നന്മ ചെയ്യണേ. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഹജ്ജ് ചെയ്യാനല്ല, ഉംറ ചെയ്യാനല്ല, സ്വതക്ക കൊടുക്കാനല്ല. ഈ ചെറുപ്പക്കാരാ, ഔസിനി യാ റസൂലല്ലാഹ്, അങ്ങനിക്കൊരു വസിയ്യത്ത് ചെയ്യണം നബിയേ, അങ്ങനിക്കൊരു വസിയ്യത്ത് പറഞ്ഞു തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് നിന്നിട്ട് അബൂദർ ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇങ്ങനാണ്, അബൂദറേ, ദുനിയാവിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിപ്പോയാ അതറിഞ്ഞാവട്ടെ അറിയാതെയാവട്ടെ ചെറുപ്പക്കാരികളെ, മനുഷ്യ സഹജമായിട്ട് തെറ്റുകുറ്റങ്ങളെ കടന്നു വരുന്നൊരു കാലഘട്ടമാണ്. തെറ്റിന് എല്ലാ തെറ്റു ചെയ്യാനുള്ള വഴികളില് ഇന്ന് ആൾത്തിരക്ക് കൂടുതലുള്ള കാലമാണ്. തെറ്റു ചെയ്യാനുള്ള അവസരങ്ങൾ ലോകത്തുണ്ട്. അത് ഇന്റർനെറ്റ് ആവട്ടെ, ആൻഡ്രോയിഡ് സംവിധാനമാവട്ടെ, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ആവട്ടെ, രഹസ്യമായും പരസ്യമായും മനുഷ്യന് തെറ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും ദുനിയാവിൽ തുറന്നിട്ട് വച്ചിരിക്കുന്ന ഒരു കാലമാണ്. നന്മയുടെ വഴിയിൽ ആൾത്തിരക്കില്ല, തിന്മയുടെ വഴിയിലാണ് ആൾത്തിരക്ക് കൂടുതലുള്ളത്. എല്ലാ സംവിധാനങ്ങളും മനുഷ്യന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തില് എന്ന് പറഞ്ഞ തെറ്റു ചെയ്യാൻ വേണ്ടി എല്ലാ സുരക്ഷ പോലും ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമുള്ള ലോകത്ത് ചെറുപ്പക്കാരാ, തെറ്റിൽ നിന്ന് മാറി നിൽക്കുക പ്രയാസമാണ്. പക്ഷെ മാറി നിൽക്കാതെ തരമില്ല. ഇനി അഥവാ ഒരു തെറ്റു ദുനിയാവിൽ നിനക്ക് സംഭവിച്ചു പോയാ ആ തെറ്റിന്റെ പിന്നാലെ നീ നന്മ ചെയ്യണേ അബൂദറേ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ റിസാലത്തിന്റെ നാവിലൂടെ ഇത് കേട്ടപ്പോ അബൂദർ തിരിച്ച് പ്രവാചകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, അങ്ങ് തെറ്റിന്റെ പിന്നാലെ നന്മ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, തെറ്റിന്റെ പിന്നാലെ അങ്ങ് നന്മ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ നബിയേ. അബൂദറിന്റെ ചോദ്യമാണ്, അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂദർ ചോദിക്കുന്നു, നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മയിൽപ്പെട്ടതാണോ നബിയേ? റസൂലുള്ള തെറ്റിന്റെ പിന്നാലെ നന്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ സെക്കൻഡ് സമയം തന്നെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം പുറത്തു തരാന്, അള്ളാന്റെ സ്വർഗം തുറക്കാൻ, പടച്ച റബ്ബിന്റെ മീസാനിൽ എന്ന തുലാസില് കനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാ ആ സെക്കൻഡ് സമയം തന്നെ അബൂദർ തീരുമാനിച്ചിട്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചത്, അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ റസൂലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മയിൽപ്പെട്ടതാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഹിയ അഫ്ളലുൽ ഹസനാത്ത്.
ഈ ദുനിയാവിൽ നീ ചെയ്യുന്ന, ഈ ദുനിയാവിന്റെ പുറഞ്ചട്ടയുടെ പുറത്തു നീ ചെയ്യുന്ന നന്മകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ ഏതെന്നറിയോ? ഹജ്ജിനെ പറ്റിയല്ല, അത് ഉംറയെ പറ്റിയല്ല, മറ്റ് ഏതെങ്കിലും സൽക്രമങ്ങളെ പറ്റിയല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയലുണ്ടല്ലോ, ഹിയ അഫ്ളലുൽ ഹസനാ, ഈ ദുനിയാവിലെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മയാണ്. അതിന്റെ മുകളിൽ വെക്കാൻ നിനക്കൊരു ഇബാദത്തില്ല, അതിന്റെ മുകളിൽ വെക്കാൻ നിനക്കൊരു ആരാധനയില്ല, അതിനോട് കിടപിടിക്കുന്നൊരു ദിക്റില്ല, അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു വാക്കില്ല. ഈ ദുനിയാവിന്റെ പുറന്തരിയുടെ പുറത്ത് പടച്ചറമ്പ് പടക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ വചനമേതെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണമല്ലോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണമല്ലോ. ജീവിതത്തിന്റെ മനസ്സിന്റെ ഇടുക്കങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാൻ പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ. അതൊരേ ഒരു മന്ത്രമാണ്, ഒരേ ഒരു മന്ത്രമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് വാപ്പാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോവരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവരുത്. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളില് കാരിരുമ്പിന്റെ കരുത്തോടുകൂടി നിങ്ങൾ പ്രതിഷ്ഠിക്കേണ്ട വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാഷ്ട്രീയത്തിന്റെ അവസരത്തിനു വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കളയരുത്. ദുനിയാവിന്റെ അവസരങ്ങൾക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കളയരുത്. തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി എന്റെ ചെറുപ്പക്കാരികളെ, ഇഷ്ടപ്പെട്ടവന്റെ കൈപിടിച്ചു ജീവിക്കാ. അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ നിങ്ങൾ വലിച്ചെറിയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വ്യതിചലിച്ചു പോയാ ഖസിറത് ദുനിയാ വൽ ആഖിറ. നിന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു മോളെ, നിന്റെ പരലോകവും നഷ്ടപ്പെട്ടു മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കുന്നത്. മീസാനിനെ കനപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയൊരു സൽക്കർമ്മം എനിക്ക് പറഞ്ഞു തരാൻ വേറെയില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സ്വതക്ക കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഉംറ ചെയ്യണമെന്ന് പറഞ്ഞില്ല, ലക്ഷങ്ങൾ നിങ്ങൾ സ്വതക്കയായി നൽകണമെന്ന് ഞാൻ പറഞ്ഞില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ അബൂദറിനോട് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഒരേ ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിരുത്തിയത് പറഞ്ഞ, മനസ്സിൽ ഉറപ്പിച്ചത് പറഞ്ഞ, വാപ്പാ നിന്റെ ലിസ്റ്റിൽ ഇനി ഒരു നിസ്കാരമില്ലെങ്കിലോ, നിനക്കൊരു കടുകുമണിയുടെ സൽക്രമം പോലും നിനക്കില്ലെങ്കിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ സ്വർഗ്ഗത്തിലെത്തിക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി നിന്നെ മീസാനിനെ കനപ്പെടുത്താൻ. അതുകൊണ്ട് മനസ്സുറപ്പിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ഖുതുബത്തിന്റെ മജ്‌ലിസിലാവട്ടെ, സ്വലാത്തിന്റെ മജ്‌ലിസിലാവട്ടെ, ആരെങ്കിലും മരണപ്പെട്ട സദസ്സിലിരുന്നിട്ട് അവർക്ക് വേണ്ടി തഹ്ലീൽ സംഘടിപ്പിക്കുമ്പോഴാവട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് അസ്ഗരി ഉസ്താദ് തിരിഞ്ഞിരുന്നിട്ട് അഫ്ളൽ ദിക്ർ പറയുമ്പോ അലക്ഷ്യമായിട്ട് നിങ്ങൾ ഇരിക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണേ, അല്ലാഹുവേ ഇതെന്റെ ജീവിതത്തിന്റെ അവസാന വാക്കാക്കണേ അല്ലാഹ്. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത് നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ ഒരു നിയ്യത്ത് വെക്കണേ. അല്ലാഹ് ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ അവസാന വാക്കാക്ക് റബ്ബേ. മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന പ്രവാചകന്റെ അതരമൊഴികളിലൂടെ അടർന്നു വന്ന റിസാലത്തിന്റെ വാക്കാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ രക്ഷപ്പെട്ടു മോനെ. രാഷ്ട്രീയത്തിന്റെ അപ്പക്കഷണങ്ങൾ കയ്യിലേക്ക് വരുമ്പോ
അള്ളാന്റെ ദീനിനെ, അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിയുന്നവരോട്, അവസരങ്ങൾക്ക് മുമ്പിൽ ദീനിനെ കളഞ്ഞു കുളിക്കുന്നവരോട് റസൂലുള്ള പറയുന്നുണ്ട്, മോനെ, ഞാനും കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഞാനും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ മുമ്പിലാണ് പടച്ചോന് സ്വർഗം തുറക്കുന്നത്. അതില്ലാത്തവന് പാപമോചനമില്ല. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാര്യമായ സ്വതക്ക ബക്കറ്റോടെ എല്ലാവരും കാര്യമായ സ്വതക്ക ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എടുത്തോളിൻ, കൈവച്ചോളിൻ. ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു ആഗ്രഹം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കടുകുമണിയുടെ സൽക്കർമ്മമാണ് ദുനിയാവിൽ ചെയ്യാൻ അള്ളാഹു അവസരം തന്നാലും ആ അവസരത്തെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. ഒരുപക്ഷെ ഇതിന്നിടാതെ നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ഒരുപക്ഷെ നാളെ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കണമെന്നില്ല. ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് സമയം അത് ചെയ്യണം. നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാകണം. ഒരു സൽക്കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാൽ ആ സെക്കൻഡ് സമയം, ഇപ്പൊ പരിശുദ്ധ ഹജ്ജിന്റെ സമയമാണ്, പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, പോകാൻ അവസരമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഹജ്ജ് അടുത്ത വർഷം ചെയ്യാം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇതെപ്പോഴാണ് രോഗിയാവുന്നത്, എപ്പോഴാണ് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്, എപ്പോഴാണ് യാത്രാ വാഹനം കേടു സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് സമയം തന്നെ നന്മ ചെയ്യണം. ഒരു തിന്മ വന്നു പോയാൽ അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. എന്റെ ഉമ്മമാരോട് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരികയാണ്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കരുതിയിട്ട് നല്ലൊരു സ്വതക്ക ബക്കറ്റിലിട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. നിങ്ങളുടെ സ്വതക്കയുടെ വലിപ്പം ചെറുപ്പമല്ല, അതിന്റെ വലിപ്പമാണ് നാളെ പരലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു നമ്മുടെ സ്വതക്കകൾ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാക്കട്ടെ. അള്ളാഹു നമ്മുടെ സ്വതക്കകള് മീസാനിൽ കനമുള്ള കർമ്മങ്ങളാക്കുന്ന സ്വതക്കകളാവട്ടെ ആക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കവറും കൂടി ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉണ്ടോ കവർ? അതോ ലേഡീസിനെ ഉള്ള? പെണ്ണുങ്ങൾക്ക് മാത്രം ഇൻഷാ അല്ലാഹ് ഒരു കവറും കൂടി നിങ്ങളുടെ തന്നു വിടുന്നുണ്ട്. നാളെ നമ്മുടെ സദസ്സിന്റെ സമാപന ദിവസമാണ്. ബഹുമാനപ്പെട്ട കുമ്പോൽ സയ്യിദ് അലി തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളൊക്കെ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുകയും എപ്പോഴും സ്നേഹത്തോടെ ആ ഒരു വിളിയും ദുആ വസിയ്യത്തുകളും ഒക്കെ പലപ്പോഴും ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. കുമ്പോൽ തങ്ങന്മാര് അത്രമേൽ കാസർഗോഡ്, മംഗലാപുരം മേഖലകളിലൊക്കെ നമുക്ക് സത്യത്തിൽ അതൊരു നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരു ആത്മീയവും ഒരു ആശ്വാസവുമായ ഒരു കേന്ദ്രമാണ് കുമ്പോൽ കുടുംബം. അള്ളാഹു ആ കുടുംബത്തിലൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഏറെക്കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുവന്യനായ സയ്യിദ് അവറുകൾ ആകാശത്തേക്ക് കൈ ഉയർത്തുമ്പോ, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുത്ത ഈ സ്വതക്കകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾ ഇല്ലാതെ ആക്കി കളയരുത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കവർ തരുന്നുണ്ട്, അതിലേക്ക് നല്ലൊരു സ്വതക്ക, ഏറ്റവും കുറഞ്ഞത് ഒരു അസ്ഹാബുൽ ബദറിന്റെ എണ്ണം ഒരു 313 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എന്റെ സഹോദരിമാര് നല്ലൊരു നിയത്തിൽ അതിലേക്ക് നിക്ഷേപിക്കണം. സംഘാടകരുടെ കയ്യില് നാളെ ഇത് കൃത്യമായി കൊണ്ടു കൊടുക്കണം. കാരണം ബൈത്തുൽ മാലിന്റെ പൈസയാണ്. ഇനി തീരെ നിർവാഹമില്ലെങ്കിൽ ആ കവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, തിരിച്ചോടെ ഏൽപ്പിക്കണം. പൈസ ഇടാനില്ല എന്ന് പറഞ്ഞിട്ട് കവർ ചുരുട്ടിക്കൂട്ടി രാവിലെ കാപ്പി വെക്കുമ്പോ അടുപ്പ് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെല്ലെ ലൈറ്ററിൽ അത് കത്തിച്ചിട്ട് നിങ്ങൾ വെക്കാൻ നിൽക്കണ്ട അല്ലേ. എത്ര റുപ്യ ഒരു കവറിന്റെ വില? 2 റുപ്യ. നമ്മൾക്ക് 2 റുപ്യ നിസ്സാരാണ്. കബറിൽ ഒരു പെണ്ണിനെ ശിക്ഷിച്ചു എന്നാ ചരിത്രം പറഞ്ഞു. എന്തിനെന്നറിയോ? സൂചി മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. നമ്മൾ സാധാരണ അയൽവക്കത്തൊന്നും സൂചി മേടിച്ച തിരിച്ചു കൊടുക്കുവോ? ഒരു സൂചിയല്ലേ, എത്ര? 50 പൈസ. 50 പൈസ ഒന്നുമില്ല, 1 റുപ്യേ ഉള്ളൂ. നമ്മൾ ചോദിക്കാനും പോയില്ല, അവരൊട്ട് തരുകയില്ല. കലണ്ടറിന്റെ ഏതെങ്കിലും മൂലക്ക് കൊണ്ട് കുത്തിവെക്കും. ഒരു പെണ്ണിനെ കബറിൽ ശിക്ഷിക്കാൻ കാരണമായത് വാങ്ങിയ സൂചി തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലാണ്.
അമാനത്താണ്, ബൈത്തുൽ മാലാണ്, പൊതു സ്വത്താണ്. അതിന്റെ പൈസ എടുത്താണ് അത് വാങ്ങിത്തരുന്നത്. തീരെ നിർവാഹമില്ല, ഒന്നും ഇല്ലാത്തവർ ആ കവർ, കാലി കവർ തിരികെ കൊണ്ട് കൊടുക്കണം. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ. നല്ല മനസ്സിൽ നിന്നാണ് നന്മ ഉണ്ടാവുന്നത്. നല്ല മനസ്സുകളിൽ നിന്നാണ് നന്മയുണ്ടാവുന്നത്. അതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ നന്മ അള്ളാന്റെ റസൂൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴും പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈമാൻ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴും നമ്മളൊക്കെ പാരമ്പര്യ മുസ്ലിമീങ്ങളാ, ഇല്ലേ? അല്ലേ? പാരമ്പര്യ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ ഞാൻ പറയണത്? ഈ രാമായണം മൊത്തം കേട്ടിട്ട് സീതാരാമന്റെ ആരാന്ന് ചോദിക്കുക. എന്താ ഞാൻ പറഞ്ഞേ? മറന്നുപോയല്ലേ? അത് ഓർമ്മയുണ്ട്. സീതാരാമന്റെ ആരാണ്? അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന് മുമ്പെന്തോ പറഞ്ഞു? നമ്മളാരാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പ മുസ്ലിം, വാപ്പാടെ വാപ്പ മുസ്ലിം. അതിന്റെ അപ്പുറത്തോട്ടൊക്കെ പോയാൽ എന്ത് ചെയ്യും? നമുക്കൊരു പുതുമ അവകാശപ്പെടാനില്ല. നമ്മൾ പഴയ മുസ്ലിങ്ങളാണ്, ഇല്ലേ? ഇല്ല മനുഷ്യന്മാരെ, മുസ്ലിം ആകാൻ നിങ്ങൾ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? മുസ്ലിം ആകാൻ വേണ്ടി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ജനിച്ചപ്പോ വാപ്പ ഒരു ചെവി ബാങ്ക് വിളിച്ചു, മറ്റേ ചെവി ഇഖാമത്തും കൊടുത്തു, പേര് വിട്ടു അബൂബക്കർ അബ്ദുൾ റസാഖ്. 40 വയസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾ സത്യത്തെ മുസ്ലിം ആവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നമ്മളാരാ? പാരമ്പര്യ മുസ്ലിങ്ങളാണ്. വാപ്പ മുസ്ലിം ആയതുകൊണ്ട് നമ്മളും മുസ്ലിമായി. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ഇടയ്ക്ക് ഇതൊന്നും എന്ത് ചെയ്യണം? ഇടയ്ക്ക് എന്ത് ചെയ്യണം? തെറ്റുകുറ്റങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നു എന്ന് തോന്നുമ്പോ ഇതൊന്നും എന്ത് ചെയ്യണം? പുതുക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന വരികളാണ് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. ഖുർആൻ എന്നിട്ട് പറയുകയാണ്, ജീവിതത്തിൽ ഒരു പാപങ്ങൾ സംഭവിച്ചു പോയാ ചില പാപങ്ങളെ പറയുന്നുണ്ട്. എന്താണ് ആ പാപങ്ങൾ? വല്ലദീന, ഒരു കൂട്ടരാണ് ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവരാരാണ്? അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കാത്തവരാണ്. അള്ളാഹുവല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കാത്തവരാണ്. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق. അള്ളാഹു ആദരിച്ച മനുഷ്യന്റെ ശരീരത്തെ അകാരണമായിട്ട് വധിക്കാത്തവരാണ് അവര്. വലാ യസ്നൂൻ, അവര് വ്യഭിചരിക്കാത്തവരാണ്. 3 കൂട്ടം വൻപാപങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അവിടെ. അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കലാണ്. 2 മനഃപൂർവമായിട്ട് അള്ളാഹു ആദരിച്ചൊരു ശരീരത്തെ കൊന്നുകളയലാണ്. 3 വ്യഭിചരിക്കലാണ്. ഈ 3 തെറ്റുകളും പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. ഈ തെറ്റു ചെയ്ത ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് ശിക്ഷ ഇരട്ടിയാണ് നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറയുകയാണ് ഇല്ലാ മൻ താബാ. ഇനി ജീവിതത്തിൽ അങ്ങനൊരു തെറ്റുകുറ്റം സംഭവിച്ചു പോയാൽ, ഇനി ജീവിതത്തിൽ അങ്ങനൊരു തെറ്റുകുറ്റം സംഭവിച്ചു പോയാൽ ഇല്ലാ മൻ താബാ, അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അല്ലാഹുവിനോട് പറ മനുഷ്യന്മാരെ,
അള്ളാഹിനോട് തൗബ ചെയ്യണം. അറിയാതെ സംഭവിച്ചതാണ്, ഇനി അറിഞ്ഞാണ് സംഭവിച്ചതെങ്കിലും അള്ളാഹിനോട് പറയണം, പറ്റിപ്പോയി റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയണം അള്ളാഹിനോട്. അള്ളാഹു പുറത്തു തരുന്നവനാണ്, ഗഫൂറാണ്, റഹീമാണ്. ഏത് പാപവുമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പില് നല്ല മനസ്സോടുകൂടി ഏറ്റു പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹിന്റെ ഖുർആൻ. ഇല്ലാമൻ താബ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് രണ്ടാമത് ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഇല്ലാമൻ താബ ആമന. തൗബ ചെയ്താ മാത്രം പോരാ, ഒരു തെറ്റു ജീവിതത്തിൽ വന്നുപോയാ ആ തെറ്റിനെ കുറിച്ച് തൗബ ചെയ്താ മാത്രം പോരാ. ആമന എന്ത് ചെയ്യണം? ഒന്നും കൂടി കലിമയെ നിങ്ങൾ പുതുക്കണം, നിങ്ങൾ ഒന്നുകൂടി വിശ്വസിക്കണം, ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയണം. ഇല്ലാമൻ താബ വ ആമന, നിങ്ങൾ വിശ്വസിക്കണം, ഒന്നുകൂടി വിശ്വാസം പുതുക്കണേ. വ ആമന വ അമില അമലൻ സ്വാലിഹാ, വിശ്വസിച്ചിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണേ. എന്നിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു എന്താണ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്നറിയോ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. അല്ലാഹു നിങ്ങളുടെ സയ്യാത്തുകളെ, അല്ലാഹു നിങ്ങളുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റി മറിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്തുകൊണ്ടത് മാത്രമായില്ല, പാപം ചെയ്തിട്ട് തൗബ മാത്രം പോരാ, നമ്മൾ വിശ്വാസികളായി ഒന്നുകൂടി നമ്മുടെ വിശ്വാസം പുതുക്കണേ. എന്നിട്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണേ. അങ്ങനെ ചെയ്താലാണ് അല്ലാഹു നമ്മുടെ തിന്മയെ നന്മകളാക്കി മറിക്കുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അമല്. അത് നഷ്ടപ്പെട്ടവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ല, അത് നഷ്ടപ്പെട്ടവനെ അല്ലാഹു ശുദ്ധീകരിക്കില്ല, അത് നഷ്ടപ്പെട്ടവന് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല, അത് നഷ്ടപ്പെട്ടു പോയവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേറെ ഹബീബായ പ്രവാചകനെ ചേർത്തു പിടിച്ചൊരു മനുഷ്യനുണ്ട്. ആരാണെന്നറിയുമോ? അബൂ താലിബാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പാ വഫാത്തായി, അവിടുന്ന് നിന്റെ ഉമ്മ പോയി, ചേർത്തു പിടിക്കാനുള്ള എല്ലാ കരങ്ങളും അസ്തമിച്ചു പോയി. അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്തു പിടിച്ചൊരു മനുഷ്യനാണ് അബൂ താലിബ്. ഈ അബൂ താലിബിനോട് വഫാത്താവാൻ കിടക്കുമ്പോ, അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ എന്താണ്, അല്ലാഹു നമുക്ക് നൽകിയ പവർ എന്താണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കുകയാണ്. 2-3 ദിവസം നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്താലും തീരാത്ത വിശാല വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മുസ്ലിമിന്റെ പവർ എന്താണ്, നമ്മുടെ മഹത്വം എന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മുടെ പവിത്രത എന്താണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. തട്ടമിട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നിങ്ങളുടെ പവർ നിങ്ങൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നിങ്ങളുടെ മഹത്വത്തെ നിങ്ങൾ നിസാരവൽക്കരിക്കുകയാണ്. കണ്ടതും കേട്ടതിനുമെല്ലാം ഇന്ന് ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാരികൾ പ്രതികരിക്കുന്ന ഒരു കാലമാണ്. വിശുദ്ധ ദീനിൽ നിന്ന് പോലും പുറത്തു പോകുന്ന ഫേസ്ബുക്കിന്റെ വാളുകളിൽ നിങ്ങൾ കുറിക്കുന്ന കമന്റുകൾ ഉണ്ടല്ലോ, മതം പറയുന്ന ഉസ്താദന്മാരെ പോലും അവഹേളിക്കുന്ന ചിന്താഗതി ഉണ്ടല്ലോ. മോളെ, അള്ളാന്റെ ദീൻ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് മരണം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കോ. നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ഇത് പറയാ ഞങ്ങളെ ഏൽപ്പിച്ചത് അള്ളയാണ്. ഇതിനെക്കാട് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരില്, അള്ളാന്റെ ദീൻ പറഞ്ഞതിന്റെ പേരില് മുത്തായ ഹബീബിന്റെ ശരീരം പോലും മുറിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ എന്താണ്, മുസ്ലിം എന്താണ്, അവന്റെ മഹത്വം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്ന നമുക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ മഹത്വം ഏതെന്നാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാരിരുമ്പിന്റെ കരുത്തോടെ സൂക്ഷിക്കാൻ രാജ്യത്തു നിന്ന് പുറത്താക്കിയാല്, പൗരത്വം ചോദിച്ചാല്, ഇനി ഒരു മതത്തിന്റെ
ആളായി മാത്രം ജീവിച്ചാ മതി എന്ന് പറയുമ്പോൾ കള്ളുകൊടി നിയമമായാലും വ്യഭിചാരം നിയമമായാലും ലിവിംഗ് ടുഗദർ നിയമമായാലും ഏതൊക്കെ അശ്ലീലത നിയമമായി മാറിയാലും മുസ്ലിമേ, ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറയുന്ന പുതുതലമുറയോട് മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല് അല്ലാഹുവിന്റെ ഒരു ഭരണഘടനയുണ്ട്. അല്ലാഹു നമ്മുടെ മുമ്പ് തന്നൊരു ഭരണഘടനയുണ്ട്. അത് അല്ലാഹുവിന്റെ ഖുർആനാ. ആ ഖുർആനിന് വ്യതിചലിച്ചുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യരുതേ. ഒരുപക്ഷെ ഈമാൻ മരിക്കുന്ന സമയത്ത് അല്ലാഹു ഊരിക്കളയാൻ നിങ്ങളുടെ അത്തരം ചെയ്തികൾ മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി. തങ്ങളുടെ കൊച്ചാപ്പ അബൂ താലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ചാരത്തേക്ക് ചെല്ലുകയാണ്. അബൂ താലിബേ, നിങ്ങൾ എനിക്കാരാണെന്നറിയോ? നിങ്ങൾ എനിക്കാരാണെന്നറിയോ? ഇസ്ലാമിന്റെ പ്രബോധന വീതിയിൽ ഞാൻ സജീവമായപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോ, മക്ക കുഫാറുകൾ എന്നെ പ്രയാസപ്പെടുത്തിയ സമയത്ത് നിങ്ങൾ എന്റെ മുമ്പിലെ പരിചയായി നിന്നവരാണ്. കേറിക്കിടക്കാൻ വീടില്ലാത്ത മുഹമ്മദിന് വീട് തന്നവരാണ്. ധരിക്കാൻ എനിക്ക് വസ്ത്രം തന്നവരാണ്. എനിക്ക് വയറ് നിറയെ ഭക്ഷണം തന്നവരാണ്. നിങ്ങളുടെ മക്കളെക്കാളേറെ നിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് അബൂ താലിബേ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകല്ലേ. ഹബീബായ പ്രവാചകൻ നിങ്ങൾ അബൂ താലിബിന്റെ ചാരത്തിരുന്ന് കണ്ണീരൊഴുക്കുകയാണ്. അബൂ താലിബ് പറയുന്നുണ്ട്, മുഹമ്മദേ, നീ എന്നെ നിർബന്ധിക്കേണ്ടതില്ല. മുഹമ്മദേ, നീ എന്നെ നിർബന്ധിക്കേണ്ടതില്ല. നിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയില്ല മുഹമ്മദേ. ലാത്തയും മുസയെയും മനാത്തയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിന്റെ പുതിയ മതത്തെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അള്ളാന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് ഹബീബായ പ്രവാചകന്റെ മുമ്പ് ഇരുന്നിട്ട് അബൂ താലിബ് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, കൊച്ചാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ നിങ്ങൾ മരിച്ചാ അള്ളാന്റെ സ്വർഗം നിങ്ങൾക്ക് തടയപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാല് നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ പരലോകത്ത് സാക്ഷിയാവാം. നിങ്ങളുടെ കൈ ഞാൻ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കൈ ഞാൻ പിടിക്കാം കൊച്ചാപ്പ. അതുകൊണ്ട് മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകല്ലേ. ഹബീബായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൊച്ചുകുട്ടിയെ പോലെ അബൂ താലിബിന്റെ മുമ്പ് ഇരുന്നിട്ട് കരഞ്ഞിട്ട് പറയുമ്പോ അല്ലാഹുവേ, അബൂ താലിബിന്റെ മുമ്പിൽ നിരന്നു നിൽക്കുന്നുണ്ട്. മക്ക കുഫാറുകളുടെ നേതൃത്വമായ അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, മുഗീറത്തുണ്ട്, വലീദുണ്ട്. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളെല്ലാം അബൂ താലിബിന്റെ ചാരത്തു നിരന്നു നിൽക്കുമ്പോ അബൂ താലിബ് അവരെയെല്ലാം ഒന്ന് നോക്കി. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ അല്ലാഹു ഏകനാണെന്ന് എനിക്കറിയാം, നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് എനിക്കറിയാം. പക്ഷേ മുഹമ്മദേ, ഞാനെങ്ങാനും നിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ ഈ കാണുന്ന മക്കയുടെ ഗോത്ര പ്രമുഖന്മാരുണ്ടല്ലോ, നാളെ എന്റെ മരണശേഷം മക്ക മുഴുവനും പാട്ടുപാടി നടക്കുമല്ലോ. മരണാസന്നനായി കിടന്ന അബൂ താലിബ് നിന്ദ്യനായിട്ടാണ് മരിച്ചു പോയതെന്ന് ലാത്തയെയും മുസയെയും മനാത്തയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ കണ്ട മുഹമ്മദിന്റെ പുതിയ മതവും സ്വീകരിച്ചിട്ട് ഭീരുവായിട്ടാണ് അബൂ താലിബ് മരിച്ചു പോയതെന്ന് നാളെ മക്കയുടെ തെരുവോരങ്ങളില് അബൂലഹബും അബൂജഹലെല്ലാം പാടി നടക്കുന്നതിന് ഞാൻ ഭയപ്പെടുകയാണ് മുഹമ്മദേ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറയില്ല എന്ന് മാത്രമല്ല,
എന്റെ പൂർവ്വപിതാക്കന്മാരുടെ മതവും സ്വീകരിച്ച് ഞാൻ മരണപ്പെടുകയാണെന്ന് അബൂ താലിബ് പ്രവാചകനോട് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ സങ്കടം സഹിക്കാൻ കഴിയണില്ല. അബൂ താലിബേ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണ്ടെന്ന് പറയുന്നത് വരെ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണ്ടെന്ന് പറയുന്നത് വരെ അള്ളാഹിനോട് ഞാൻ പൊറുക്കലിനെ തേടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് റിസാലത്തിന്റെ കൈ ഉയർത്തിയിട്ട് അബൂ താലിബിന്റെ തലയിലേക്ക് തടകാൻ തുടങ്ങുമ്പോ ആകാശത്തിന്റെ മേഘപാളികളെ കീറി മുറിച്ച് അള്ളാഹുവിന്റെ ദിവ്യബോധനവുമായി വിണ്ണിൽ നിന്നു മണ്ണിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അള്ളാന്റെ റസൂലിനോട് പറയുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. റിസാലത്തിന്റെ കയ്യ് ജിബ്രീൽ തട്ടിക്കളയുകയാ. റിസാലത്തിന്റെ കയ്യ് ജിബ്രീൽ തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്നവർക്കല്ല പടച്ച റബ്ബ് ഹിദായത്ത് കൊടുക്കുന്നത്. മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്നവർക്കല്ല പടച്ച റബ്ബ് ഹിദായത്ത് കൊടുക്കുന്നത്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവർക്കാണ്. യാ റസൂലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാതെ ഈ ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനും മരിച്ചുപോയാ ആ മനുഷ്യന് വേണ്ടി അങ്ങ് പാപമോചനം തേടല്ലേ നബിയേ. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗമില്ല, ആ മനുഷ്യന്റെ പാപം അല്ലാഹു പൊറുക്കില്ല, ആ മനുഷ്യന്റെ വാസസ്ഥലം അത് നരകമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്ന് ചിന്തിക്കുവാപ്പാ, ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുവാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിനെ അത്രമേല് ഹിദായത്തിന്റെ വാതായനങ്ങളിലൂടെ കടന്നു വരണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പോലും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച, അത്രമേൽ പ്രവാചകൻ ആഗ്രഹിച്ച കൊച്ചാപ്പക്ക് പോലും അല്ലാഹു കൊടുക്കാത്ത ഹിദായത്ത് പാപികളായ ദോഷികളായ നമുക്ക് അല്ലാഹു തന്നില്ലേ വാപ്പാ. പെങ്ങളെ, അല്ലാഹു നമ്മളെ മുസ്ലിമാക്കിയില്ലേ. ഈ ദുനിയാവില് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമേതാ? നമുക്ക് നല്ല വീട് തന്നതല്ല, നമുക്ക് നല്ല ഭാര്യയെ തന്നതല്ല, നമുക്ക് കേറിക്കിടക്കാനും മാറി ഉടുക്കാനും വസ്ത്രം തന്നതല്ല, അല്ലാഹു നല്ല ജോലി തന്നതല്ല. ഈ ദുനിയാവിന്റെ പുറംചട്ടയുടെ പുറത്തു വാപ്പാ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയോ? അല്ലാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു അനുഗ്രഹവും അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. അതിനേക്കാൾ ഒരു അനുഗ്രഹവും പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി വിജയിക്കാൻ. കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കളയല്ലേ. എല്ലാ പാപവും അല്ലാഹു നിനക്ക് പുറത്തു തരും. പക്ഷേ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഏതോ പാപവും അല്ലാഹു പുറത്തു തരും ചെറുപ്പക്കാരാ. പക്ഷേ അല്ലാഹുവിനോട് നിങ്ങൾ മറ്റൊന്നിനെ പങ്കു ചേർക്കല്ലേ. അല്ലാഹുവിനോട് നിങ്ങൾ മറ്റൊന്നിനെ ചേർത്തു വെക്കല്ലേ. അല്ലാഹുക്ക് അത് ഇഷ്ടമല്ല, പടച്ച റബ്ബിന് അത് ഇഷ്ടമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി രക്ഷപ്പെടാൻ ചെറുപ്പക്കാരാ. ഒരു രണാങ്കണത്തിലൂടെ പ്രവാചകന്റെ സഹാബത്ത് കടന്നു പോവുകയാണ്. അസത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു രണാങ്കണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ശത്രുഭാഗത്തു നിന്നുള്ള ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഈ തപ്പനയുടെ കയറിൽ ബന്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്.
അസ്വദ് റാഇ എന്ന് പറയപ്പെടുന്ന മക്ക കുഫാറുകളുടെ അടിമയായ മനുഷ്യരെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സഹാബത്ത് ഈത്തപ്പനയുടെ നാരിനാൽ ബന്ധിപ്പിച്ചു കൊണ്ടുവരികയാ. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് പറയുന്നു, നബിയേ, ഇവനാണ് അസ്വദ് റാഇ, ഇവൻ നീഗ്രോ വംശജനാണ് നബിയേ, മക്ക കുഫാറുകളുടെ അടിമയാണ് നബിയേ, ഇസ്ലാമിന്റെ യുദ്ധതന്ത്രങ്ങളെ ശത്രുപാളയത്തിൽ ചോർത്തിക്കൊടുക്കുന്ന ചാരനാണ് നബിയേ. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ഇത് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വാള് വലിച്ചൂരുകയാണ്. അസ്വദ് റാഇയുടെ തലയിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോ റസൂലുള്ള പറയുന്നു, വേണ്ട സഹാബത്തെ, അസ്വദ് റാഇ നിങ്ങൾ പ്രയാസപ്പെടുത്തണ്ട. അസ്വദ് റാഇക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് അകപ്പെട്ടപ്പോ മുഹമ്മദ് എന്നെ വെറുതെ വിട്ടാലും ഉമറിന്റെ വാള് കൊണ്ട് തലമുറിക്കപ്പെടുമെന്ന് എനിക്കറിയാം, ജീവനോടെ തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് അസ്വദ് കടന്നു വന്നത്. ഇതെന്തോ ഒരത്ഭുതമാ. എന്തിനാണ് മുഹമ്മദ് എന്നെ കൊല്ലാതെ വിടുന്നത്? സഹാബത്ത് അസ്വദ് റാഇയുടെ കൈകാലുകളിലെ കെട്ടുകളെല്ലാം അഴിച്ചു വിടുകയാ. അസ്വദ് റാഇ മെല്ലെ നടന്നു നീങ്ങുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്ന, അസ്വദ് റാഇ, നിനക്ക് ഇസ്ലാമിലേക്കൊന്ന് കടന്നു വന്നൂടെ? നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു വിശ്വാസത്തിലേക്ക് നിനക്കൊന്ന് വന്നൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞൂടെ? അസ്വദ് റാഇ പ്രവാചകനോട് തിരിച്ചു ചോദിച്ചു, മുഹമ്മദേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ എനിക്കെന്താ മുഹമ്മദേ പ്രയോജനമുള്ളത്? എനിക്ക് അധികാരമുണ്ടോ മുഹമ്മദേ? അതല്ല, ഏതെങ്കിലും സമ്പത്ത് എനിക്ക് ഓഫർ ഉണ്ടോ മുഹമ്മദേ? അല്ലാഹുവിന്റെ റസൂല് അതിനേക്കാൾ വലിയ ഓഫറാണ് അസ്വദ് റാഇയുടെ മുമ്പിലേക്ക് വെച്ചത്. അസ്വദ് റാഇ, ഇന്നു നീ മക്കയുടെ കുഫാറുകളുടെ അടിമയാണ്, അടിമത്വത്തിന്റെ ചങ്ങലയും പേറി നടക്കുന്നവനാണ് നീ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നിന്റെ അടിമത്വത്തിന്റെ ചങ്ങല ഈ സെക്കൻഡ് സമയത്ത് പൊട്ടുകയാണ്. നീ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവാണ് നിന്റെ ഉടമ. ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും നിന്റെ ഉടമയല്ല, നിന്റെ ഉടമ അല്ലാഹുവാണ്. അസ്വദ് റാഇ, മാത്രവുമല്ല നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പടച്ച റബ്ബ് അതിലൂടെ പുറത്തു തരികയാണ്. സ്വർഗത്തിലേക്കുള്ള നിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കുകയാണ്. അസ്വദ് റാഇയുടെ മുമ്പിലേക്ക് പ്രവാചകന് 3 ഓഫറുകളാണ് വെച്ചത്. അസ്വദ് റാഇ ചോദിച്ചത് സമ്പത്തുണ്ടോന്നാ, അതല്ലെങ്കിൽ അധികാരമുണ്ടോന്നാ ചോദിച്ചത്. അള്ളാന്റെ റസൂലും മനസ്സിനെ ചേർത്തു നിർത്തുന്ന, മനസ്സിന് വല്ലാത്ത വിശാലത തോന്നുന്ന 3 ഓഫറുകളാണ് അസ്വദിന്റെ മുമ്പിൽ വെച്ചത്. അല്ലാഹുവേ, പ്രവാചകന്റെ റിസാലത്തിന്റെ നാവിലൂടെ ഇത് കടന്നു വന്നപ്പോ അസ്വദ് റാഇയുടെ മനസ്സിന്റെ ഉള്ളില് കുളിർ തന്നെ അടിച്ചു വീശുകയാ. റിസാലത്തിന്റെ കൈ പിടിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതുവരെ പേര് കേട്ടാൽ അറപ്പോടെ വെറുപ്പോടെ കണ്ട സഹാബത്ത് അസ്വദ് റാഇയുടെ പേര് കേൾക്കുമ്പോ തർളിയത്ത് പറയണേ, റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്നിട്ട് അസ്വദ് റാഇ കരയുകയാണ്, നബിയേ, അല്പ സെക്കൻഡ് മുമ്പ് വരെ ഞാൻ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നു നബിയേ, മുസ്ലിമീങ്ങളുടെ യുദ്ധതന്ത്രങ്ങളെ ശത്രുപാളയത്തിൽ ചോർത്തിക്കൊടുത്ത ചാരനാ നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നാ കൊടുമ്പരി കൊള്ളുന്ന യുദ്ധത്തിലേക്ക് ഞാനൊന്ന് കടന്നു പോവട്ടെ നബിയേ. ഇസ്ലാമിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം നബിയേ, അവിടുന്ന് എനിക്ക് അനുവാദം തരണേ യാ റസൂലല്ലാഹ്. അസ്വദ് റാഇക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുക്കുകയാ. ഊരിപ്പിടിച്ച വാളുമായി ചാട്ടുളി പോലെ ശത്രുവിന്റെ മുകളിലേക്ക് പെയ്തിറങ്ങി. അസ്വദ് റാഇ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, സെക്കൻഡുകൾ കഴിഞ്ഞില്ല, മിനിറ്റുകൾ കഴിഞ്ഞിട്ടില്ല, 80ഓളം വെട്ടുകളേറ്റിട്ട് ഷഹാദത്ത് വരിച്ച അസ്വദ് റാഇയുടെ ജനാസ
അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മടിത്തട്ടിൽ കൊണ്ട് കിടത്തി സഹാബത്ത് റസൂലുള്ളാന്റെ കണ്ണിലൂടെ കണ്ണുനീര് വെളിയിലേക്ക് ഒഴുകുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അമില ഖലീൽ വനാല കസീർ. അസ്വദിന്റെ പ്രതിഫലം എത്ര വലുതാ! അസ്വദിന്റെ സൽക്കർമ്മങ്ങൾ വളരെ കുറവാണ്, പക്ഷേ അമല് വളരെ കുറവാ സഹാബാ. പക്ഷെ അല്ലാഹു കൊടുത്ത പ്രതിഫലം എത്ര വലുതാണ്! അസ്വദ് ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല ഉമ്മ, ഒരു കാരക്കയുടെ കീറ് പോലും സ്വതക്ക കൊടുത്തിട്ടില്ല. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. ഈ ദുനിയാവിന്റെ പുറത്തു പറഞ്ഞ ഒരേ ഒരു വാക്ക്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായ മരണമാകുന്ന ശഹാദത്ത് അല്ലാഹു നൽകിയെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാറ്റിനും ഒരു കോളിനും ഒരു പേമാരിക്കോ നമ്മുടെ വിശ്വാസത്തെ ഉലക്കാൻ കഴിയല്ലേ. ഒരു രാഷ്ട്രീയ ഓഫറിന്റെ മുമ്പിലും ഈ ലാ ഇലാഹ